പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് വൃക്കരോഗങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് ഡയാലിസിസ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ജീവിതശൈലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിരുന്നാലും ഈ അസുഖം വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡയാലിസിസിന് വലിയ ചെലവ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ പീസ് ഹോം എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വളരെ സൗജന്യമായിക്കൊണ്ട് പാവപ്പെട്ടവർക്കും വളരെ മികച്ച ചികിത്സ ഉറപ്പാക്കുകയും ഡയാലിസിസ് ഉറപ്പാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം നടക്കുകയാണ് എന്നറിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഓഗസ്റ്റ് 21-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് നിർവഹിക്കുന്നത്. അതിലൊരുപാട് പ്രമുഖരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വൃക്കരോഗികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു വലിയൊരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം തന്നെ നമ്മളെല്ലാവരും പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ ആരോഗ്യത്തിന്, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടൊക്കെ വൃക്കരോഗങ്ങളടക്കമുള്ള കാര്യങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുക എന്നുള്ളത്. ഇവിടെ ഡയാലിസിസിന് പുറമെ അത്തരത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനത്തിന് കൂടി ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ ഡയാലിസിസ് സെൻറ്റർ പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞതിലും ഏറെ സന്തോഷമുണ്ട്. സന്തോഷിക്കാൻ കഴിയുന്നതല്ലെങ്കിൽ കൂടി വലിയ പ്രയോജനം ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്നുള്ള നിലക്ക് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും പ്രത്യേകം അവരോട് അഭിനന്ദനം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ വലിയ സദുദ്യമത്തിന് കൂടെ നിൽക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാം.